ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, ആക്സിയോം 4 മിഷൻ, പ്രിവിലേജ് മോഷൻ, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിനെ കുറിച്ചാണ്. ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 50,000 കോടി രൂപയുടെ റോഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1-നകത്ത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയാണ്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ മേജർ എക്കണോമിക് പോളിസി മാറ്റേഴ്സ്, അതായത് നമ്മുടെ സാമ്പത്തിക നയം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട എക്കണോമിക് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് പോളിസീസ്, പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ്, അതുപോലെ തന്നെ എക്കണോമിക് സ്ട്രാറ്റജീസ് അത് ഫോർമുലേറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ആ വാർത്തയിൽ പറഞ്ഞ പോലുള്ള പ്രൊജക്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെ അല്ലെങ്കിൽ വലിയ രീതിയിൽ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉള്ള പ്രൊജക്റ്റുകളെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ മേജർ എക്കണോമിക് പോളിസീസിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും ഇംപ്ലിമെൻറ്റേഷനെ, അതിനെ നടപ്പിലാക്കുന്ന രീതിയെ മോണിറ്റർ ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട എക്കണോമിക് ഇഷ്യൂസ്, ഇപ്പോൾ ഇൻഫ്ലേഷന്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഡസ്ട്രിയൽ പോളിസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനകത്ത് ഡയറക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് എക്കണോമിക് പോളിസീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് അത് എഫക്റ്റീവ് ആക്കാനും ഒരു കൊഹറൻസോട് കൂടിയിട്ട് നടപ്പിലാക്കി പോകുന്നതിന് വേണ്ടിയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്കണോമിക് സെക്ടേഴ്സിനകത്ത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മോഡലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പറഞ്ഞിട്ടുള്ള ബ്രോഡായിട്ടുള്ള പോയിന്റുകൾക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ MSP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആക്സിയോം 4 മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആക്സിയോം 4 മിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യയുടെ ISRO ഈ അടുത്തായിട്ട് നടത്താൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ നടത്താൻ പോകുന്ന ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മിഷനാണ് ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്വന്തം നിലക്ക് ബഹിരാകാശത്തേക്ക് ആസ്ട്രോണറ്റ്സിനെ പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരു ആസ്ട്രോനട്ട് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ വർഷം തന്നെ യാത്ര ചെയ്യുന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആസ്ട്രോനട്ടിനെയും അതിനുള്ള ബാക്കപ്പ് ആസ്ട്രോനട്ടിനെയും റീസെൻ്റ്ലി ISRO തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9-നകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ള ആൾ രാകേഷ് ശർമ്മയാണ്. അപ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഒരു 40 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ്. പക്ഷേ ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര നടത്തുന്നത് ആക്സിയോം 4 എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മിഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആക്സിയോം 4-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ആക്സിയോം 4 മിഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരത്തിൽ പ്രൈവറ്റ് ആസ്ട്രോണറ്റ് മിഷൻസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന, ആക്സിയോം സ്പേസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു പ്രൈവറ്റ് ആസ്ട്രോനട്ട് മിഷനാണ് ആക്സിയോം എന്ന് പറയുന്നത്. അപ്പോൾ അവർ നടത്താൻ പോകുന്ന 4ാമത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള 4ാമത്തെ പ്രൈവറ്റ് ആസ്ട്രോനട്ട് മിഷനാണ് ആക്സിയോം 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പോകുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ്. ഇത് നടത്തുന്നത്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്സിയോം സ്പേസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആൾക്കാരെയും ക്രൂവിനെയും ഒക്കെ എത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി ആക്സിയോം സ്പേസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഈ ആക്സിയോം എന്ന് പറയുന്ന മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേ സ്പേസ് എക്സിൻ്റെ തന്നെ ഫാൽക്കൺ 9 ലോഞ്ചർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ യാത്ര നടത്താൻ പോകുന്നത്.
സോ ബേസിക്കലി ഈ പറയുന്ന വരാൻ പോകുന്ന ഒക്ടോബറിൽ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ഇവർ യാത്ര തിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രിവിലേജ് മോഷനെ കുറിച്ചാണ്. അപ്പോൾ പ്രിവിലേജ് മോഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ വയനാട്ടിൽ നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് നേരത്തെ വാർണിംഗ് കൊടുത്തിരുന്നു എന്നുള്ളൊരു പരാമർശം ഇന്ത്യൻ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സഭാംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം ബേസിക്കലി ഈ അപകടം നടന്നതിന് ശേഷമാണ് കേരളത്തിന് വാർണിംഗ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഹിന്ദുവിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സഭാംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഫാക്ട്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ മിനിസ്റ്റേഴ്സ് സഭക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അമിത്ഷാ നടത്തിയ ഈ പരാമർശത്തിനെതിരായിട്ട് കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ ഒരു പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യുന്നതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രീച്ച് ഈ പാർലമെന്ററി അല്ലെങ്കിൽ ഈ പ്രിവിലേജ് മോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 105 അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിലെ അംഗങ്ങൾക്കും ഇന്ത്യയിലെ പാർലമെന്ററി കമ്മിറ്റീസിനും അതുപോലെ തന്നെ പാർലമെന്റിലെ സഭകൾക്കൊക്കെ എന്തുണ്ട് ചില പ്രിവിലേജസ് അല്ലെങ്കിൽ ചില സ്പെഷ്യൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഫക്റ്റീവായിട്ട് വിത്തൗട്ട് എനി ഫിയർ അവരുടെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രിവിലേജസ് ബ്രീച്ച് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പ്രിവിലേജസിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെതിരായിട്ട് നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിവിലേജ് മോഷൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക. ഇത് നോർമലി സംഭവിക്കാറുള്ളത് ഈ പ്രിവിലേജ് മോഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും വരാറുള്ളത് ഏതെങ്കിലും മന്ത്രിമാർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇത് പാർലമെന്ററി പ്രിവിലേജസ് യൂഷ്വലി വരാറുള്ളത്, എപ്പോഴും അങ്ങനെയാണെന്നല്ല, പക്ഷെ യൂഷ്വലി വരാറുള്ളത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മിനിസ്റ്ററെ സെൻഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിവിലേജ് മോഷൻ വരാറുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. ഈ പ്രിവിലേജസിനെ വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് പ്രിവിലേജ് മോഷൻ വരുന്നത്. യൂഷ്വലി അത് മന്ത്രിമാർക്കെതിരായിട്ടാണ് വരാറുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പ്രിവിലേജ് മോഷന്റെ ഒരു ടെക്നിക്കാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയറൽ ആസ്പെക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രിവിലേജ് ബ്രീച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ആ സഭയിൽ ഇവർക്കൊരു പ്രിവിലേജ് മോഷൻ അവതരിപ്പിക്കാം. അപ്പോൾ ഈ പ്രിവിലേജ് മോഷൻ അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ സഭാധ്യക്ഷനാണ്. അത് ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കറോ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാനോ ഇതിന് അവതരണാനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അൾട്ടിമേറ്റ് പവർ. ഇനി ഇതിനുള്ള അവതരണാനുമതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിന്റെ 2 സഭകളിലും പ്രിവിലേജസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. പ്രിവിലേജസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. സോ ഈ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ഈ പ്രമേയം വിടും. എന്നിട്ട് ഈ കമ്മിറ്റി എന്ത് ചെയ്യും? ഈ പ്രിവിലേജ് മോഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റെക്കമെൻഡേഷൻ ഈ സഭയിൽ വെക്കും. അതായത് ഈ പരാതി പറയുന്ന കാര്യത്തിനകത്ത് കാര്യമുണ്ടോ അല്ലെങ്കിൽ അത് ഫോൾസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അവരൊരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് ബേസിക്കലി ഈ സാധാരണഗതിയിൽ 1 മാസത്തിനകത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സഭ ആ റിപ്പോർട്ട് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ ശിക്ഷിക്കാൻ, ഈ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ആരാണോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അവരെ ശിക്ഷിക്കാം, അവരെ റിപ്രിമാൻഡ് ചെയ്യാം, അവരെ സെൻഷർ ചെയ്യാം, താക്കീത് ഇതിവിടെയൊക്കെ ചെയ്യാനുള്ള അധികാരം സഭക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ESA കുറിച്ചാണ്. സോ ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഈ വയനാട് നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന് ശേഷം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ഒരു ഡ്രാഫ്റ്റ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 വന്നിട്ടുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിനകത്തുള്ള എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ 6ാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക്കലി എൻവയോൺമെൻറ്റിനകത്ത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസിനെ കുറിച്ച് അല്ലെങ്കിൽ ESZ കുറിച്ച് പഠിക്കും. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ ഒക്കെ സറൗണ്ടിങ് ഏരിയാസിലാണ് ഈ ESZ വരിക. അതുപോലെ തന്നെ ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രദേശത്തുള്ള ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വളരെയധികം എക്കോളജിക്കലി സിഗ്നിഫിക്കൻസ് ഉള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ബയോളജിക്കൽ റിസോഴ്സസ് ഉള്ള ഒരു പ്രദേശത്തിൻ്റെ
ബയോഡൈവേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ എക്കോളജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആ പ്രദേശത്ത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ഈ പറയുന്ന എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസിനെയും യൂണീക്ക് ബയോളജിക്കൽ റിസോഴ്സസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ആ പ്രദേശത്തിനെ പ്രഖ്യാപിക്കാറുള്ളത്. ഇത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു ഏരിയനെ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിനകത്ത് ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ട് പ്രദേശങ്ങളെ ഡിക്ലെയർ ചെയ്യുന്ന കാര്യം 1989 തൊട്ടേ നമ്മുടെ ഇന്ത്യയിലുണ്ട്. 1989 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രദേശം എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിനകത്ത് ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് വെസ്റ്റേൺ ഗട്ട്സിനകത്ത് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രസ്റ്റീൻ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടൊന്നും അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ബയോളജിക്കൽ റിസോഴ്സസ് ഉള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറയാം. അപ്പോൾ ഈ പ്രദേശങ്ങളെ നമുക്കറിയാം, ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം 6 സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സിലെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കമ്മിറ്റിയുടെ പേരാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് വലിയ രീതിയിൽ ഈ വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം രംഗത്ത് വന്നതുകൊണ്ട് ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് റിവിഷൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് 2012 മറ്റൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിനെ ഹെഡ് ചെയ്തിരുന്നത് സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്ന കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്ന ആളാണ്. സോ ഈ കെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2014 ആദ്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വെസ്റ്റേൺ ഗട്ട്സിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിഫറൻസസ് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. സോ ഈ എക്കോ സെൻസിറ്റീവ് ഏരിയാസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ 64% ഏരിയാസ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ESA ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു പ്രദേശത്തിന് ESA ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസിന് ചില റെസ്ട്രിക്ഷൻസ് വരും. ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ 64% ഏരിയാസും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനാണ് ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനകത്തൊക്കെ ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി അതിനുള്ള പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ബോട്ടം ടു ടോപ്പ് അപ്രോച്ച്, അതായത് ഗ്രാമസഭകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ 64% എന്നുള്ളത് അവർ 37% കുറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിലുള്ള എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ NCLAT കുറിച്ചാണ്. സോ ഈ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് അന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ബൈജൂസും BCCIയും തമ്മിലുള്ള തർക്കമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2013 പാസ്സാക്കിയിട്ടുള്ള കമ്പനീസ് ആക്ട് 2013 ഉണ്ട്. ഈ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 410 അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രിബ്യൂണലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോ ബേസിക്കലി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുകളുണ്ട്. ഓക്കെ, ആ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലുകളുടെ ഓർഡറിനെതിരായിട്ട് അപ്പീൽ കേൾക്കാനുള്ള അപ്പലറ്റ് അതോറിറ്റിയാണ് നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ മറ്റ് ചില നിയമങ്ങൾ അനുസരിച്ച് ഈ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണലിന് അഡീഷണൽ ആയിട്ടുള്ള ചില അപ്പലറ്റ് പവേഴ്സും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പാസ്സാക്കുന്ന ഓർഡറുകൾക്കെതിരായിട്ട് കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ NCLATക്ക് അപ്പീലുകൾ കേൾക്കാം. അതുപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ അവർ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ പാസ്സാക്കുന്ന ഓർഡറുകൾക്കെതിരായിട്ടുള്ള അപ്പീലുകൾ ഇവർക്ക് കേൾക്കാം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിക്കെതിരായിട്ടുള്ള അപ്പീലുകൾ കേൾക്കാം. അതുപോലെ തന്നെ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ വിധികൾക്കെതിരായിട്ടുള്ള അപ്പീലും ഇവർക്ക് കേൾക്കാൻ പറ്റും. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പറയുന്നത്
ന്യൂഡൽഹിയാണ്. ഇനി ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ കുറച്ച് ജുഡീഷ്യൽ ആൻഡ് നോൺ ജുഡീഷ്യൽ അല്ലെങ്കിൽ ടെക്നിക്കൽ മെമ്പേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന ചെയർമാനെ ആണെങ്കിലും മെമ്പേഴ്സിനെ ആണെങ്കിലും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഈ ഇവരുടെ മുന്നിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ആയിട്ട് പറയുന്നത് 6 months ആണ്. ഓക്കെ, ഒരു അപ്പീൽ ഇവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് അത് ആ പരാതി എന്നാണ് അല്ലെങ്കിൽ ആ അപ്പീൽ എന്നാണ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അന്ന് തൊട്ട് 6 മാസത്തിനകത്ത് ആ പരാതി അല്ലെങ്കിൽ ആ അപ്പീൽ തീർപ്പാക്കിയിരിക്കണം എന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.